നമസ്കാരം പ്രിയപ്പെട്ടവരെ, മെന്റർ ടോക്സിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പഠന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അമിതമായ ദേഷ്യം, വാശി, സങ്കടം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന കുട്ടികളിൽ പലപ്പോഴും കണ്ടെത്താറുള്ളത് അതിന്റെ പിന്നിലുള്ള കാരണം പഠന വൈകല്യങ്ങളോ പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ആയിട്ടാണ് കണ്ടെത്താറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും പ്രായത്തിനൊത്ത അല്ലെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളോ അതേ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിൽ പിന്നോക്കം നിൽക്കാറുള്ളത് ഏകദേശം 5-20% കുട്ടികളിലും പഠന വൈകല്യങ്ങളോ പഠനത്തിലുള്ള മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാരണമാകാറുണ്ട്. വീടുകളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ സ്കൂളിലെ മറ്റ് അധികൃതരിൽ നിന്നോ നേരിടുന്ന മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായാൽ അത് പലപ്പോഴും അവരുടെ പഠനത്തെ ബാധിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പഠന വൈകല്യങ്ങൾ കാരണം അവരുടെ ശ്രമമുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ ഒപ്പം എത്താൻ സാധിക്കാതെ വരും. അതല്ലെങ്കിൽ വൈകാരിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉള്ളത് കാരണോ പഠിക്കാൻ വേണ്ടത്ര രീതിയിലുള്ള ഉത്സാഹമില്ലാത്തത് കൊണ്ട് പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് കൂടാതെയുള്ള ഒരു കൂട്ടരാണ് ആവറേജിനും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഐക്യം ഉണ്ടെങ്കിലും അത്രയും പൊട്ടൻഷ്യൽ പഠിക്കാനുണ്ടെങ്കിലും അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെയുള്ളവരെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിലേക്ക് വരുന്നത്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ഇങ്ങനെ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ഏതെങ്കിലും ഒരു പഠന വൈകല്യം എന്ന രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് മറ്റു രീതിയിലുള്ള വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആദ്യമായിട്ട് കാഴ്ച, കേൾവി പരിശോധനകൾ നടത്തുക. കാരണം പലപ്പോഴും കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് കൃത്യമായിട്ട് പഠനത്തിൽ നിലവാരം പുലർത്താൻ സാധിക്കാതെ വരിക. കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ അതിന് കാരണമാകുന്ന എന്തെങ്കിലും ഉള്ള കാരണങ്ങൾ, പ്രത്യേകതരമായ എന്തെങ്കിലും കാരണങ്ങൾ വീട്ടിൽ നിന്നോ സ്കൂളിലോ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം കാഴ്ച, കേൾവി പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷമാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ ഗൈഡൻസിൽ ഇന്റലിജൻസ് ടെസ്റ്റുകളും ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റ് ടെസ്റ്റുകളും നടത്തുക എന്നുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റ് ടെസ്റ്റുകളിലാണ് ഏത് രീതിയിലുള്ള പ്രശ്നമാണ് കുട്ടിക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ പല രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ പോലെ ഉള്ള തരംതിരിവുകൾ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റുകളിൽ കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ, കേൾക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള എക്സ്പ്രഷൻ ലാംഗ്വേജിൽ കുട്ടി ഓക്കെ ആണോ, ഒരു കാര്യം പ്രോപ്പറായിട്ട് എഴുതുന്നതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കുന്നതിന് കഴിയുന്നുണ്ടോ, കൃത്യമായിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് കഴിയുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തേണ്ടത് ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റുകളിലൂടെയാണ്. ഈ ടെസ്റ്റുകളിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഏത് ഏരിയയിലാണ് കുട്ടിക്ക് പ്രശ്നം എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതനുസരിച്ചുള്ള റെമഡിയേഷൻ ആണ് അതിന് കൊടുക്കുന്നത്. ലേണിംഗ് ഡിസബിലിറ്റീസിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ടതാണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതായത് പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടി നേരിടുന്നുണ്ടോ എന്നുള്ളത്. ആ ഏരിയയിലാണ് സഹപാഠികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണോ കുട്ടിയെ പഠനത്തിൽ പിന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഒരു ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ടാണോ ഇങ്ങനൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രയാസം നേരിടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടി കാണിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു അക്കാഡമിക് ഗ്യാപ്പിനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ തന്നെ കുട്ടികൾ വളരെ വേഗത്തിൽ അത് മുന്നോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, കോവിഡിന്റെ സമയത്ത് വലിയൊരു ഗ്യാപ്പ് കുട്ടികളുടെ പഠനത്തിലുണ്ടായി. ആ ഒരു സമയത്ത് എഴുതുന്നതിനും വായിക്കുന്നതിനും ഒക്കെയുള്ള ഒരു മടി പലരും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വരുമ്പോൾ അവർ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടിയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് തന്നെ പ്രതിഫലിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1-2 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പോലും പല കുട്ടികളും അക്വേർഡ് ആയിട്ട്, അതായത് വന്നു ചേർന്ന ഒരു ലേണിങ്ങിന്റെ ഇഷ്യൂസ് ആണ് കാണാറുള്ളത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കോവിഡിൽ ഉണ്ടായ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് തൊട്ട് തന്നെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ അവരെ ആ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് അതൊരു ലേണിംഗ് ഡിസോർഡർ എന്ന രീതിയിലേക്ക് മാറുന്നുള്ളൂ. അവിടെയാണ്
ഈ രീതിയിലുള്ള റെമഡിയൽ എഡ്യൂക്കേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. അവിടെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ വരുന്ന പലയിടങ്ങളിൽ നമ്മൾ കാണാറുള്ള ഒരു കാര്യം, കുട്ടികളിലെ ഈ വൈകാരികമായ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിലുള്ള ഒരു കാരണം പഠനത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ്. അത് പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി നമുക്ക് കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നമുക്ക് അറിയാനുള്ളതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.